ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024 ക്രിസ്മസ് എക്സാം സോഷ്യൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 kilometer. It is not possible for human to understand about the Earth's interior directly. The knowledge about the interior of the Earth is based on the scientific studies and conclusion. അപ്പോൾ എന്താണ് ഏകദേശം ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് എന്താണ് ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നോളജൊക്കെ നമുക്ക് മനസ്സിലായത് എവിടുന്നാണ്? സയൻറ്റിഫിക് സ്റ്റഡീസിലൂടെയും ദെൻ അതിൽ നിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷനിലൂടെ ഒക്കെയാണ്. ഓക്കെ, ദെൻ അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ കുഡ് വി കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ബൈ എക്സാമിനിങ് മെറ്റീരിയൽ ദാറ്റ് റീച്ചസ് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻസ് ഫ്രം ദ ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ എന്താണ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേലെ വരും. അതിലൂടെയും പിന്നെ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസിലൂടെയും അതുപോലെ എർത്ത് ക്വേക്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന വേവ്സിലൂടെ ഒക്കെയാണ് നമുക്ക് ഇന്നർ സർഫസിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ദ ക്രസ്റ്റ് ഹാസ് 2 parts, namely continental crust and oceanic crust. It is formed by iron and nickel. It has 2 parts, namely lithosphere and asthenosphere. The lithosphere is the outermost rocky part of the earth. അപ്പോൾ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എയും ഡിയുമാണ്. എ എന്ന് പറഞ്ഞാൽ ഏതാ? The crust has 2 parts, namely continental crust ഉണ്ട്, അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഡി ആണ്, the lithosphere is the outermost rocky part of the earth. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. What is the outermost layer of the earth called? outermost ലെയറിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? ക്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, ദ പ്രസൻസ് ഓഫ് ദ ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ. അപ്പോൾ നമുക്കറിയാം ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ എന്താണ് ഒരു ഓസോൺ ലെയർ ഒക്കെ ഉണ്ട്. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. അപ്പോൾ സെപ്റ്റംബർ 16 എന്താ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. It was declared as Ozone Layer Day as by the United Nations General Assembly in 1988. അപ്പോൾ 1988 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് ഈ ഒരു ഡേ എന്താ ഓസോണിലെ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇനി നമുക്കതിൽ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ് ഓൺ എർത്ത്? അപ്പോൾ ഹാംഫുൾ എഫക്ട്സ് അൾട്രാ വയലറ്റ് റേസിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ കൊളാപ്സ് ആവും, ക്രോപ്പ് ഡാമേജ് ആവും, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് എന്താ പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ സ്റ്റണ്ട് ആവും, അതായത് മുരടിക്കും, ഏർലി ഏജിങ് പെട്ടെന്ന് ഏജ് ആവും, ബ്ലൈൻഡ്നെസ്, കാട്രാക്ട്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? അപ്പോൾ ഏത് ഡേ ആണ് വേൾഡ് ഓസോൺ ഡേ ആയിട്ട് പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് സെപ്റ്റംബർ 16. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3, സബ് കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് കോണ്ടിനെൻ്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് കോണ്ടിനെൻറ്റ്സ്. ദെൻ എ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്?
ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ ടോപ്പോഗ്രഫി നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? മൗണ്ടെയിൻ റേഞ്ച്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലാൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൗണ്ടെയിൻ റേഞ്ച്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ്, ദെൻ ഐലൻഡ്സ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 ആണ്. The Green Revolution was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at low interest rates and scientific irrigations. List any 2 advantages and disadvantages of Green Revolution. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ നമുക്കറിയാം. അപ്പോൾ അതിനെന്താണ്, ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അഡ്വാൻറ്റേജ്, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻസ് എഴുതാം. എൻഷ്യൂർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ ഫുഡിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ പറയുമ്പോൾ നമുക്ക് പറയാം, ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. നമ്മൾ നന്നായിട്ട് വെള്ളം യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്താവും, ഡിക്രീസ് ആവും. Excessive use of fertilizers and pesticides reduced natural fertility of the soil. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുമ്പോൾ അതെന്താണ്, സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റിനെ നഷ്ടപ്പെടുത്തും. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റിംഗ് മെനി പോവർട്ടി എലിവേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് ദ പ്രിവെയിലിംഗ് പോവർട്ടി ഇൻ അവർ കൺട്രി. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 such projects and their objectives. അപ്പോൾ എന്താണ്, ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോവർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 പ്രോജക്റ്റിൻ്റെ പേര് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ തന്നെ പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് അതിലെ സി ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. എവറി ക്രോപ്പ് ഹാസ് സർട്ടൻ പീരിയഡ്സ് ഫോർ സോവിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചർ സീസൺസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാരും എന്താണ്, അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മെയിൻലി ദർ ആർ 3 അഗ്രികൾച്ചർ സീസൺസ് ആണ് ഇന്ത്യയിലുള്ളത്. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ അഗ്രികൾച്ചറൽ സീസൺസ്, മന്ത്സ്, ക്രോപ്സ് ആണ്. അപ്പോൾ ആദ്യം ഖാരിഫിൻ്റെ ഖാരിഫ് മന്ത് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. അപ്പോൾ ക്രോപ്സ് ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജ്യൂട്ട്, ജോവർ, ബാജ്ര. ഇനി നെക്സ്റ്റ് റാബിയാണ്. റാബിയുടെ മന്ത്സും ക്രോപ്സും എഴുതണം. അപ്പോൾ മന്ത്സ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ആണ്. ദെൻ ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, പൾസസ്, മസ്റ്റാർഡാണ്. ഇനി നെക്സ്റ്റ് അഗ്രികൾച്ചർ സീസൺ തന്നിട്ടില്ല. മന്ത്സ് സമ്മറും, ക്രോപ്സ് വാട്ടർമെലൺ, ക്യൂക്കമ്പർ, വെജിറ്റബിൾസ്, കാറ്റൽ, ഫീഡ് ക്രോപ്സ്. അപ്പോൾ ഏതായിരിക്കും? സെയ്ദാണ്. അപ്പോൾ സെയ്ദ് എന്ന് എഴുതുക. ഓക്കെ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൻ ബിലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണം, വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഓക്കെ. അപ്പോൾ ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.